ഹായ് എവ്രി വൺ, എല്ലാവർക്കും സയാംസർ വെൽനെസ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സഞ്ജന ദീദി. നമുക്കിന്ന് മുതൽ ഒരു സീരീസ് ആരംഭിക്കാം. നമ്മൾക്ക് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും യൂസ് ചെയ്യാവുന്ന വളരെ നല്ല ആഹാര പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ലഞ്ചിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ഇന്ന് ഞാൻ പറയുന്നത് ബനാനയാണ്. ബനാന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഫ്രൂട്ടാണ്. ബനാനയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ബനാന ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല എന്നും കൂടെ നോക്കാം. ഒരുപാട് ഹൈ ലെവൽ ഡയബറ്റിസ് ഉള്ളവർക്ക് പഴുത്ത ബനാന ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം അതിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് സാധാരണ നമ്മൾ പറയുന്നതിനേക്കാൾ കുറച്ച് കൂടുതലാണ്. 51 ഉണ്ട് ഗ്ലൈസെമിക് ഇൻഡെക്സ്. ബാക്കി എല്ലാവർക്കും ബനാന എടുക്കുന്നതിൽ കുഴപ്പമില്ല, കാരണം അതിൽ ഫൈബർ ഉണ്ട്. ഇനിയിപ്പോൾ ഡയബറ്റീസ് ഒരുപാട് കൂടുതൽ ഷുഗർ ലെവൽ ഇല്ലാത്തവർക്ക് ചെറിയൊരു കഷ്ണം ബനാന യൂസ് ചെയ്യാവുന്നതാണ്. മറ്റ് അരിയാഹാരങ്ങൾ, ഷുഗറുള്ള ആഹാരങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എനർജി ഗിവിങ് ആണ് ബനാന. ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, നല്ല കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പിന്നെ ഫൈബർ ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെയിറ്റ് ലോസ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൂടിയ ഒരു ഫ്രൂട്ട് എടുക്കുമ്പോൾ മറ്റു ഇൻഗ്രീഡിയൻസിൽ നമ്മളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൽ ഒരുപാട്, ഇപ്പോൾ സാലഡ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സാധാരണ കേരള ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കണമെങ്കിലും അതിൽ മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കണം. അപ്പോൾ മറ്റ് ഇൻഗ്രീഡിയൻസും കാർബോഹൈഡ്രേറ്റ് റിച്ച് ആണെങ്കിൽ ബനാന എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. എന്നാൽ വെയിറ്റ് ലോസിനെ അത് ബാധിക്കും. ഫൈബർ ഉണ്ടെന്ന് പറഞ്ഞാലും ഗ്ലൈസെമിക് ഇൻഡെക്സ് മീഡിയം ടു ഹൈ തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ബാക്കി ഭക്ഷണം എന്താണ് നമ്മൾ കഴിക്കുന്നതെന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ബനാന തീർച്ചയായിട്ടും നല്ലൊരു ആഹാര പദാർത്ഥമാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. ബനാന പലതരത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ യൂസ് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ നമുക്കത് സാൻഡ്വിച്ചായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പുഡിംഗ് ആയിട്ട് യൂസ് ചെയ്യാം, പിന്നെ നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, കുക്കിംഗ് മെത്തേഡ്സ് ഉണ്ട് ബനാനയ്ക്ക്. റോ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ബനാന യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബനാനയുടെ ഗുണങ്ങളിലേക്ക് കടക്കാം. ബനാന ന്യൂട്രീഷ്യസ് വാല്യൂ നന്നായിട്ട് ഉള്ള ഒരു ഫ്രൂട്ടാണ്. അതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ബനാനയുടെ പൾപ്പിലും ബനാനയുടെ പീലിലും ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് മെയിൻലി ഫ്രീ റാഡിക്കൽസ് സ്കാവെഞ്ചിങ് ആണ് ചെയ്യുന്നത്. ഫ്രീ റാഡിക്കൽസിനെതിരെ ഫൈറ്റ് ചെയ്ത് നമ്മളെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ സംരക്ഷിക്കുന്നു, പ്രിമച്വർ ഏജിങ് തടയുന്നു. അങ്ങനെ ഫ്രീ റാഡിക്കൽ മെക്കാനിസം മൊത്തമായിട്ടും നമ്മുടെ ശരീരം അപകടത്തിലാക്കുന്ന തടയാൻ സഹായിക്കുന്ന ഒരുപാട് ഫ്രൂട്ട്സിൽ ഒന്നാണ് ബനാന. ഒരുപാട് ഫ്രൂട്ട്സിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ബനാനയിലും നല്ല ആൻറ്റി ഓക്സിഡൻസ്. ബനാനയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഫ്ലാവനോയിഡ്സ്, ഫിനോളിക് കോമ്പൗണ്ട്സ് ഒക്കെയാണ്. ഫൈറ്റോസ്റ്റിറോൾസ് ഉണ്ട്. അപ്പോൾ ഇത് കൂടാതെ വൈറ്റമിൻ സിയും ഉണ്ട്. വൈറ്റമിൻ സി നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്, അതുപോലെ തന്നെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെ ബനാനയിൽ വൈറ്റമിൻ B6 ഉണ്ട്. വൈറ്റമിൻ B6 നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ബ്രെയിൻ ഹെൽത്ത്, നെർവസ് സിസ്റ്റത്തിൻ്റെ ഹെൽത്തിന്. അപ്പം B6 ഇല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ വരാം. അതുപോലെ തന്നെ കുട്ടികളിൽ, വളർന്നു വരുന്ന കുട്ടികളിൽ നെർവസ് സിസ്റ്റം മെച്യൂർ ആവാനൊക്കെ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B6. പിന്നെ ഫൈബർ ഉണ്ട്. ഇനിയിപ്പോൾ ഡയബറ്റീസ് ഒരുപാട് കൂടുതൽ ഷുഗർ ലെവൽ ഇല്ലാത്തവർക്ക് ചെറിയൊരു കഷ്ണം ബനാന യൂസ് ചെയ്യാവുന്നതാണ്. മറ്റ് അരിയാഹാരങ്ങൾ, ഷുഗറുള്ള ആഹാരങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എനർജി ഗിവിങ് ആണ് ബനാന. ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, നല്ല കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പിന്നെ ഫൈബർ ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെയിറ്റ് ലോസ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൂടിയ ഒരു ഫ്രൂട്ട് എടുക്കുമ്പോൾ മറ്റു ഇൻഗ്രീഡിയൻസിൽ നമ്മളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൽ ഒരുപാട്, ഇപ്പോൾ സാലഡ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സാധാരണ കേരള ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കണമെങ്കിലും അതിൽ മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കണം. അപ്പോൾ മറ്റ് ഇൻഗ്രീഡിയൻസും കാർബോഹൈഡ്രേറ്റ് റിച്ച് ആണെങ്കിൽ ബനാന എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. എന്നാൽ വെയിറ്റ് ലോസിനെ അത് ബാധിക്കും. ഫൈബർ ഉണ്ടെന്ന് പറഞ്ഞാലും ഗ്ലൈസെമിക് ഇൻഡെക്സ് മീഡിയം ടു ഹൈ തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ബാക്കി ഭക്ഷണം എന്താണ് നമ്മൾ കഴിക്കുന്നതെന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ബനാന തീർച്ചയായിട്ടും നല്ലൊരു ആഹാര പദാർത്ഥമാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. ഹൃദയത്തിൻ്റെയും അതുപോലെ തന്നെ രക്തക്കുഴലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ ഫൈബറിന് സാധിക്കും. LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അതെറോസ്ക്ലെറോസിസ് അഥവാ ക്ലോട്ട് ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്നത് കുറയ്ക്കുവാൻ സഹായിക്കും. LDL കൂടുമ്പോഴാണ്, LDLും മറ്റു ചീത്ത കൊളസ്ട്രോളും കൂടുമ്പോഴാണ് ക്ലോട്ട് ഉണ്ടാകുന്നത്. അപ്പം LDL കുറയ്ക്കുവാൻ ഈ ഫൈബർ സഹായിക്കും. അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും ഫൈബർ സഹായിക്കും. പക്ഷേ ഇതിൽ കുറച്ച് ഷുഗർ ഉള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ ബനാനയെ ഉൾപ്പെടുത്താറില്ല. പക്ഷെ മറ്റ് ആഹാര പദാർത്ഥങ്ങൾ കാർബോഹൈഡ്രേറ്റ് കൂടിയത് കുറച്ചിട്ടാണ് ബനാന യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രശ്നമില്ല. പിന്നെ അടുത്തത് മെഗ്നീഷ്യം.
മെഗ്നീഷ്യമാണ് ഇതിലുള്ള മറ്റൊരു മിനറൽ. മെഗ്നീഷ്യം ബോൺ ഹെൽത്തിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ല ഒരു മിനറലാണ്. അപ്പം മെഗ്നീഷ്യം ഈസി ആയിട്ട് കിട്ടുന്നൊരു നല്ല ഫ്രൂട്ടാണ് ബനാന. പിന്നെ മെഗ്നീഷ്യം ഉള്ളത് സീ ഫുഡ്സിലും അതുപോലെ തന്നെ ചില ഇലക്കറികളിലൊക്കെ മെഗ്നീഷ്യം ഉണ്ട്. അപ്പോൾ ഈ ബനാന ഈസിലി അവൈലബിൾ ആണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ പറ്റുന്ന ഒരു, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കുക്കിംഗ് ഒന്നും ചെയ്യാതെ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണല്ലോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് യൂസ് ആവുന്ന ഒരു ഫ്രൂട്ടാണ്. അതുകൊണ്ടാണ് ബനാനയുടെ സിഗ്നിഫിക്കൻസ് കൂടുന്നത്. കുട്ടികൾ ഒരു ബനാന ഡെയിലി തീർച്ചയായിട്ടും കഴിക്കാം. നമ്മൾ അതിൻ്റെ കൂടെ മുട്ടയും അങ്ങനെ എല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ ബനാന ഒന്നേ ആവശ്യമുള്ളൂ. അപ്പോൾ വലിയ ആൾക്കാരാണെങ്കിൽ, കുറച്ച് വെയിറ്റുള്ള ആൾക്കാരാണെങ്കിൽ ഹാഫ് ബനാന, ഒരു വലിയ ബനാനയാണെങ്കിൽ ഹാഫ് മതിയാവും. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മളുടെ പർപ്പസ് എന്താണ്, നമ്മളുടെ ആക്ടിവിറ്റി എന്താണ്. നമ്മൾ വെയിറ്റ് ലോസിൽ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഹാഫ് ബനാന മതിയാകും. ബാക്കി മറ്റാഹാരങ്ങളിലൂടെ നമുക്ക് കാർബോഹൈഡ്രേറ്റും ഫാറ്റും എല്ലാം എത്തുമല്ലോ. കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ആക്ടിവിറ്റി ലെവൽ കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഒരു ബനാന കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ബനാനയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് IndiaHeritage.com സന്ദർശിക്കുക. ബനാനയെക്കുറിച്ചുള്ള റിസർച്ച് ഡാറ്റ, മറ്റു കാര്യങ്ങളെല്ലാം അതിലുണ്ടാവും. കീപ്പ് ഓൺ വാച്ചിങ് സയാംസ് വെൽനസ്.